Hi all. So, നമ്മൾ ഇന്ന് യൂണിറ്റ് 1 ആൻഡ് എവല്യൂഷണറി അപ്രോച്ച് ടു ആനിമൽ ബിഹേവിയർ എന്ന് പറയുന്ന യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നേറ്റ് ആൻഡ് അക്വയർഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഇന്നേറ്റ് ആൻഡ് ലേൺഡ് ബിഹേവിയർ എന്നും പറയും. അതായത് ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാതെ പുതിയതായിട്ട് നമ്മളുടെ മുന്നിലോട്ട് വരുന്ന ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അതിനുള്ള ബിഹേവിയർ നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നമുക്ക് അറിയത്തില്ല. അറിയാത്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നു. അതെന്താണ്? ഈ ഇന്നീറ്റ് ബിഹേവിയർ കൊണ്ടാണ് നമ്മളത് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ ബിഹേവിയർ കോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജീൻസ് ആണ്, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നത് ജീനാണ്. അതായത് നമ്മുടെ സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്ന ജീനാണ് ആ ബിഹേവിയർ കോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് കൊണാർഡ് ലോറൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ പറയുന്ന ഇന്നേറ്റ് ബിഹേവിയർ ജീൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അപ്പം ഈ എൻവയോൺമെന്റൽ സ്റ്റിമുലസിന് അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഈ ഇന്നേറ്റ് ബിഹേവിയറിൽ വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. അതായത് ഈ എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് ആ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഇന്നേറ്റ് ബിഹേവിയർ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അത് ആരാണ് ഡിറ്റർമിൻ ചെയ്തത്? നമ്മുടെ ജീൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പ്രത്യേക സ്റ്റിമുലസ്, ഒരു സ്പെസിഫിക് സ്റ്റിമുലസ് നമ്മൾക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാതെ, നമ്മുടെ മുന്നിലോട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സ്റ്റിമുലസ് നമ്മളുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? നമ്മൾ ഇതുവരെ അതിന് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മളുടെ കാൽ എവിടെയെങ്കിലും തട്ടുന്നു, കാല് തട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പെട്ടെന്ന് അത് വലിക്കില്ലേ? അല്ലെങ്കിൽ നമ്മൾ തട്ടി ഒരു 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 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യും? കാല് വലിക്കും. നമുക്കറിയാവോ കാല് തട്ടുമ്പോ അല്ലെങ്കിൽ വലിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടാണോ വന്നത്? അല്ല. കാല് തട്ടി കഴിയുമ്പോൾ നമ്മളുടെ ഒരു ബിഹേവിയർ ആണ് എന്ത്, പെട്ടെന്ന് വലിക്കുക എന്നുള്ളത്. അതേസമയം നമ്മളിങ്ങനെ കൈ പൊള്ളുമ്പോ അല്ലെങ്കിൽ തീയില് നമ്മൾ കൈ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കൈ വലിക്കില്ലേ? അപ്പൊ അത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് വലിയവരായാലും കുഞ്ഞു ആൾക്കാരായാലും ആ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റിമുലസിന് നമ്മൾ അങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അത് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പം അതാണ് ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഹ്യൂമൻ നീ ജെർക്ക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതൊരു റിഫ്ലെക്സ് ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ, പെട്ടെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണ് പെട്ടെന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത്, കാല് വലിക്കുന്നത്. അതെന്തൊരു എക്സാമ്പിൾ ആണ്? ഇന്നേറ്റ് ബിഹേവിയറിന് എക്സാമ്പിൾ ആണ്. ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഇൻസ്റ്റിങ്റ്റീവ് ആയിരിക്കും. അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് തോന്നുന്ന കാര്യമായിരിക്കും. അത് ഇൻസ്റ്റിങ്റ്റീവ് ആയിരിക്കും, എറർ പ്രൂഫ് ആയിരിക്കും. അത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ എന്താ, എറർ പ്രൂഫ് ആയിരിക്കും, കുറച്ചുകൂടെ എന്തായിരിക്കും, സേഫർ ആയിരിക്കും. ഇത്രയാണ് ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ബൈ ബർത്ത് നമ്മളുടെ ജീനിലുള്ള കാര്യങ്ങളാണ് എന്ത്, ജീനിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ് എന്ത്, ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു സ്റ്റിമുലസിനെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നേറ്റ് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഏതാണ്? നീ ജെർക്ക് റിഫ്ലെക്സ് ആണ് എക്സാമ്പിൾ പറയുന്നത്. ഇത് ഇൻസ്റ്റിങ്റ്റീവ് ആണ്, എറർ പ്രൂഫ് ആണ്, കുറച്ചുകൂടി സേഫർ ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്, അക്വയർഡ് അല്ലെങ്കിൽ ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, അക്വയർഡ് അല്ലെങ്കിൽ ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷനിങ് വെച്ച് നമ്മളുടെ സിറ്റുവേഷൻ, ചുറ്റുമുള്ള സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്, അക്വയർഡ് ബിഹേവിയർ. നമ്മൾ അക്വയർ ചെയ്തെടുക്കുകയാണ്, നമ്മുടെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, അക്വയർഡ് അല്ലെങ്കിൽ ലേൺഡ് ബിഹേവിയറിനകത്ത് നമ്മൾ പറയുന്നത്. ഇവിടെ എന്തിന് റോള് കുറവാണ്? ആക്ച്വലി ജീൻസിന് റോള് കുറവാണ്. നമ്മൾ ഇന്നേറ്റിന്റെ കാര്യം പറഞ്ഞപ്പം അവിടെ ആർക്കായിരുന്നു പ്രയോറിറ്റി? ജീൻസ് ആയിരുന്നു ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ എന്താണ്, എൻവയോൺമെന്റ് ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നത്. അതായത് എൻവയോൺമെന്റൽ കണ്ടീഷനിങ് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഓരോ സ്റ്റിമുലസ് മാറുന്നതിനനുസരിച്ച് അതിലുള്ള എന്താണ്, റെസ്പോൺസും മാറും. ഇതാണ് അക്വയർ. അത് നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻവയോൺമെന്റൽ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച്, ഓരോ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ബിഹേവിയറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ആനിമല് ലീവ് ചെയ്തില്ലെങ്കിൽ ഗ്രാജുവലി വലുതാകും തോറും, ആനിമല് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്.
അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു എൻവയോൺമെന്റിൽ സംഭവിക്കുന്ന ഒരു സ്റ്റിമുലസിന് കൊടുക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം അതേ ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലസ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബിഹേവിയർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവലി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ യങ് ആനിമൽസ് ഉണ്ടല്ലോ, യങ് ആനിമൽസ് ഓരോ അതിന്റെ അമ്മയോ അച്ഛനെയോ, അതായത് അഡൽട്ട് ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഒബ്സർവ് ചെയ്ത് അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബിഹേവിയർ അക്വയർ ചെയ്യുന്നത്. നമ്മളുടെ ആയാലും കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഓരോ വാക്കുകൾ പറയാനും അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാനും ഒക്കെ പഠിക്കുന്നത്? അവർ അഡൽറ്റിനെ ഒബ്സർവ് ചെയ്ത് അവരെന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്ത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് പതുക്കെ അവർ എഴുന്നേൽക്കുകയും നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അക്വയർ ചെയ്യാണ്. അവരുടെ ലൈഫ് ബർത്ത് കഴിഞ്ഞ് അവർ അക്വയർ ചെയ്തെടുക്കുന്ന ബിഹേവിയർ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ഫുഡ് കണ്ടുപിടിക്കാൻ, ഈ യങ് ആനിമൽസിന് ഫുഡ് കണ്ടുപിടിക്കാനും ഒക്കെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ പേരൻസിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അഡൽട്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഈ അക്വയർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിസ്കറാണ്. നമ്മളുടെ ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സേഫർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ അക്വയർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ റിസ്കി ആണ്, ഡൈനമിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഈ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ എന്തും മാറിക്കൊണ്ടിരിക്കും, ബിഹേവിയറും മാറിക്കൊണ്ടിരിക്കും. സോ അതാണ് പറയുന്നത്, എൻവയോൺമെന്റൽ ചേഞ്ചസിന് റെസ്പോൺസ് ആയിട്ട് ഇതിന് വേഗം വേഗം എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് അക്വയർഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് ഇന്നേറ്റ് ബിഹേവിയർ എന്താണ്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്നേറ്റ് ബിഹേവിയർ ആൻഡ് അക്വയർഡ് ബിഹേവിയർ എന്ന് ക്വസ്റ്റ്യൻ വരാം. ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ ബൈ ബർത്ത് ഒരു ഓർഗാനിസത്തിന് കിട്ടുന്ന ജീൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ബിഹേവിയർ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ്, നമ്മൾ പ്രയർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്റ്റിമുലസിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നേറ്റ് ബിഹേവിയർ. എക്സാമ്പിൾ പറയുന്നത് നീ ജെർക്ക് റിഫ്ലക്സ് ആണ്. ഇത് ഇൻസ്റ്റിങ്റ്റീവ് ആണ്, എറർ പ്രൂഫ് ആണ്, കുറച്ചുകൂടെ സേഫർ ആണ്. അതേസമയം പിന്നെ അക്വയർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കണ്ടീഷനിങ് വഴി ഒരു ഓർഗാനിസം അക്വയർ ചെയ്തെടുക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ജീൻസിന് വളരെ കുറച്ച് റോളാണുള്ളത്, എൻവയോൺമെന്റിലായിരിക്കും കുറച്ചുകൂടെ റോൾ ഉള്ളത്. ആനിമൽ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? ബിഹേവിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇമിറ്റേറ്റ് ചെയ്തും ഒബ്സർവ് ചെയ്തുമാണ് അഡൽറ്റിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്തും ഒബ്സർവ് ചെയ്തുമാണ് യങ് ആനിമൽസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുഡ് കണ്ടുപിടിക്കാനും ഒക്കെ പഠിക്കുന്നത് ഈ പറയുന്ന അഡൽറ്റിനെ കണ്ടു പഠിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻഷിയേറ്റ് എഴുതാൻ ചോദിക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഫോർ സ്റ്റഡിയിങ് ആനിമൽ ബിഹേവിയർ. അപ്പം ആനിമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഓരോ ഇൻഡിവിജ്വൽസും ഒരു സ്പീഷീസിലെ തന്നെ, ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ ഒരു സ്പീഷീസ് എടുക്കുകയാണ്. ആ കാക്കയുടെ സ്പീഷീസിൽ ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസും ഒരേ ബിഹേവിയർ തന്നെ പല രീതിയിലായിരിക്കും കാണിക്കുന്നത്. അപ്പം ഒരാള് ഫുഡ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രീതി അല്ലെങ്കിൽ ഫുഡ് ഫൊറേജ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല വേറൊരു ഇൻഡിവിജ്വൽ അതേ ഫുഡ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്? ഫൊറേജ് ചെയ്യുന്നത്. അപ്പം ഒരേ ബിഹേവിയർ ആയിരിക്കും, പക്ഷെ ഒരേ സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ് മാറുന്നതിനനുസരിച്ച് ആ ബിഹേവിയറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. സോ അപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് മാത്രം നടത്തിയത് കൊണ്ട് നമുക്ക് കറക്റ്റ് കൺക്ലൂഷൻ എന്ത് ചെയ്യത്തില്ല? നമുക്ക് കറക്റ്റ് കൺക്ലൂഷൻ കിട്ടില്ല. അപ്പൊ ഡിഫറെന്റ് ആനിമൽസിൽ അല്ലെങ്കിൽ ആ സ്പീഷീസിലുള്ള ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിൽ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കറക്റ്റ് കൺക്ലൂഷനിലോട്ട് ഈ ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഈ ബിഹേവിയർ ആണ് ഈ ആനിമൽ കാണിക്കുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് ഇൻഡിവിജ്വൽസിൽ ഈ പറയുന്ന എക്സ്പെരിമെന്റ് നടത്തി നോക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ആനിമൽ ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒബ്സർവേഷണൽ സ്റ്റഡീസും രണ്ടെന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. രണ്ട് ടൈപ്പാണ്. എന്തൊക്കെയാണ്? ഒബ്സർവേഷണൽ സ്റ്റഡീസും എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. ഇതിനകത്ത് ഒബ്സർവേഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ നമ്മൾ ഒരു ആനിമലിനെ വാച്ച് ചെയ്യുന്നു. ഒരു മാറ്റവും ഇല്ല, അവരെവിടെയാണോ താമസിക്കുന്നത് അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ അവർ എന്ത് ചെയ്യാണ്? അവരെ വളർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നു. ഇതെന്താണ്? കുറച്ചുകൂടെ ഹ്യൂമെയിൻ ആണ്, നാച്ചുറൽ ആണ്. അവരുടെ ഫുൾ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓവർ ടൈം അവർ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു റോ ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാച്ച് ചെയ്യാനായിട്ട് പറ്റും.
ഇത് എന്ത് ചെയ്യുന്നില്ല, ആനിമൽസ് എൻവയോൺമെന്റൽ ചേഞ്ചസിനെതിരെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു എൻവയോൺമെന്റ് മാറ്റാതെ അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എൻവയോൺമെന്റിൽ ചേഞ്ച് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ രീതിയിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മാറ്റം അവരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നോർമലി എൻവയോൺമെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നാച്ചുറൽ ആയിട്ട് വരുന്ന ഫിനോമിനൻസ് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാം. അല്ലാതെ നമുക്ക് വേണ്ട രീതിയിൽ ഒരു എൻവയോൺമെന്റിൽ മാറുമ്പോൾ, ഒരു തണ്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒബ്സർവേഷണൽ സ്റ്റഡീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് അല്ലെങ്കിൽ വാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റോ ആണ്. അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ ആനിമൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അതേസമയം എക്സ്പെരിമെന്റൽ സ്റ്റഡീസിലാവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല്, ആനിമൽസ് താമസിക്കുന്ന എൻവയോൺമെന്റ് ഉണ്ടല്ലോ, ആ എൻവയോൺമെന്റ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് നമുക്ക് വേണ്ട ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കണ്ടീഷനിൽ ആ ആനിമൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നതാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ ഉണ്ടാക്കുന്നു, ആ ഒരു കണ്ടീഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആനിമലിനെ കൊണ്ടിടുന്നു. കൊണ്ടിടുന്ന ആ ആനിമൽ നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത എൻവയോൺമെന്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് രണ്ട് രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് രണ്ടെണ്ണം ഏതാന്ന് ചോദിച്ചാല് പ്രിഫറൻസ് ടെസ്റ്റും വരാം, മോട്ടിവേഷൻ ടെസ്റ്റും വരാം. അപ്പൊ പ്രിഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആനിമലിന് രണ്ട് ഓപ്ഷൻ കൊടുക്കും. ആ രണ്ട് ഓപ്ഷനിൽ നിന്ന് ആനിമൽ ഏത് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആനിമലിന്റെ പ്രയോറിറ്റി ഏതാണ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ ഡിഫറെന്റ് സർക്കംസ്റ്റൻസിനനുസരിച്ച് ആനിമൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രിഫറൻസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ആനിമൽസിന് നമ്മൾ രണ്ട് ഓപ്ഷൻസ് കൊടുക്കും, ആ രണ്ട് ഓപ്ഷനിൽ നിന്ന് അവർ ഏത് ചൂസ് ചെയ്യുന്നു, അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് അവർ ഏത് സിറ്റുവേഷൻ ചൂസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ആനിമലിന്റെ പ്രയോറിറ്റി മാറുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫുഡ് അല്ലെങ്കിൽ മേറ്റ്. അങ്ങനെയുള്ള രണ്ട് ഗുഡ് ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പൊ ഒരു ആനിമലിനെ ഒരു എന്താ പറയാ ഒരു പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഫോക്ഡ് മെയ്സിനകത്ത് നമ്മൾ ഇടുവാണ്. അപ്പോഴത്തേക്കും എന്താണ്, ആ ഒരു കണ്ടീഷനിൽ അവർക്ക് ഫുഡും കൊടുക്കുന്നുണ്ട്, മേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. രണ്ടും രണ്ട് ഡയറക്ഷനിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫുഡും ഉണ്ട്, മേറ്റും ഉണ്ട്. അപ്പൊ രണ്ടും രണ്ട് സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ആനിമല് വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ അത് നേരെ എങ്ങോട്ട് പോകും, ഫുഡിന്റെ അടുത്തോട്ട് പോകും. അതേസമയം സെക്ഷലി ഇത് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവർ എന്ത് ചെയ്യും, മീറ്റിങ്ങിലോട്ട് അല്ലെങ്കിൽ മീറ്റിനെ തപ്പിപ്പോകും. അപ്പം ഡിഫറെന്റ് സർക്കംസ്റ്റൻസിനകത്ത് അവർ ഏത് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ്. അവരുടെ പ്രിഫറൻസ് ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് രണ്ട് ഗുഡ് ഓപ്ഷൻ, അവർക്ക് വേണ്ട രണ്ട് സാധനമാണ് ഈ ഫുഡും മേറ്റും എന്ന് പറയുന്നത്. ഇപ്പൊ ബാഡ് ഓപ്ഷൻസും കൊടുക്കാം. ബാഡ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവരത് എങ്ങനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരത് എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതും നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്, രണ്ട് ടൈപ്പ് സ്റ്റഡീസ് ആണ് നമ്മൾ ഇതിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാൻ നോക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഏതായിരുന്നു, ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആയിരുന്നു. രണ്ടെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആയിരുന്നു. എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ആയിരുന്നു. ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ്സിലൂടെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ടെസ്റ്റ് ആണ്, പ്രിഫറൻസ് ടെസ്റ്റും മോട്ടിവേഷൻ ടെസ്റ്റും. അപ്പൊ ഈ പ്രിഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷൻസ് കൊടുക്കുന്നു. അത് ഗുഡ് ഓപ്ഷൻസും ആകാം, ബാഡ് ഓപ്ഷൻസും ആകാം. അപ്പൊ ഗുഡ് ഓപ്ഷൻസ് ആണെങ്കിൽ എന്താണ്, അവര് ഡിഫറെന്റ് സർക്കംസ്റ്റൻസിനകത്ത് എങ്ങോട്ട് പോകുന്നു, ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് ചൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ്. അപ്പൊ ബാഡ് ഓപ്ഷൻസും ആകാം, ഗുഡ് ഓപ്ഷൻസും ആകാം, രണ്ട് ടൈപ്പ് ആകാം. ഇനി അടുത്താണ് മോട്ടിവേഷൻ ടെസ്റ്റ്. അപ്പൊ പ്രിഫറൻസ് ടെസ്റ്റ് കഴിഞ്ഞു, അടുത്തതാണ് എന്ത്, മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊക്കെ മോട്ടിവേറ്റഡ് ആവുന്നത് എപ്പോഴാണ്, നമുക്കൊരു ഗോൾ ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളൊരു മോട്ടിവേഷൻ കാരണമായിരിക്കുമല്ലോ നമ്മൾ ദിവസം രാവിലെ എണീക്കുന്നത് തന്നെ. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് ആ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേരണം എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, രാവിലെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നു, ആ ഗോളിലോട്ട് എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ച് ആ ഒരു നമ്മളുടെ ഗോളിലോട്ട് എത്താൻ പറ്റും. അത് തന്നെയാണ് എന്ത്, മോട്ടിവേഷൻ ടെസ്റ്റും പറയുന്നത്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ആനിമൽ എത്ര ദൂരം പോകും, ഒരു സ്പെസിഫിക് ബിഹേവിയർ കാണിക്കാൻ ആ ആനിമൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് എന്ത്, മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സ്കിന്നർ ബോക്സ് എക്സ്പെരിമെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഒരു എലിയെ നമ്മൾ സ്കിന്നർ ബോക്സിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞ് ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് കിട്ടുന്ന ഒരു റിവാർഡ്, അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മള്? അപ്പോഴത്തേക്കും അതാണ് ഇവിടെ പറയുന്നത്. സ്കിന്നർ ബോക്സിനകത്ത് നമ്മൾ ആനിമലിനെ ട്രെയിൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ആ ലിവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും റിവാർഡ് കിട്ടും. നമ്മൾ റിവാർഡ് കിട്ടും തോറും എന്താണ്, ആ ടാസ്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനല്ലേ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ ഫുഡ് ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ അതായിരിക്കും റിവാർഡ് ആയിട്ട് കിട്ടുന്നത്. ചിലപ്പോൾ ചില അപ്രീസിയേഷൻസ് ആയിരിക്കും. അപ്പൊ ചില അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അത് ഇനിയും ബെറ്റർ ആക്കാനല്ലേ നോക്കുള്ളൂ. അപ്പം ഈ റിവാർഡ് അവർ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? അവരുടെ ബിഹേവിയർ ഏറ്റവും ബെറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിവാർഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്നായിരുന്നു ആ ടേം യൂസ് ചെയ്തത്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ മോർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് എങ്ങനെയായിരിക്കും? മോർ എഫേർട്ട് ഇടും അല്ലെ? മോർ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ മോർ റിവാർഡ് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത് ഏറ്റവും ബെറ്റർ ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം നമ്മൾ ഹംഗ്രി ഒന്നും അല്ല, നമുക്ക് ആ ഒരു ഗോൾ ഒന്നും ഇല്ല, നമുക്കൊന്നും പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യാനോ ഒന്നും ഇല്ല എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ എങ്ങനെ ലേസി ആയിട്ടിരിക്കും. ലേസി ആയിട്ട് നമ്മുടെ വർക്ക് ഒക്കെ എന്ത് ചെയ്യും? എത്രത്തോളം സ്ലോവർ ആക്കാമോ ലേസി ആക്കാമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? ഒരു എനർജി ഇല്ലാതെ അങ്ങനെ പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ. ആ ഒരു ആനിമല് ഹംഗ്രി അല്ലാത്തിടത്തോളം അവരെന്ത് ചെയ്യത്തില്ല? ആ ലിവർ പ്രസ് ചെയ്യത്തുമില്ല, അവർക്ക് എന്തും കിട്ടത്തില്ല, ഫുഡ് കിട്ടത്തില്ല. അപ്പം എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വരുന്നത്, അപ്പൊ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ? നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അതേപോലെ തന്നെയുള്ള ഇവിടെ മോട്ടിവേഷൻ ടെസ്റ്റ് ആനിമലിന് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ഹംഗ്രി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവർ എന്ത് ചെയ്യും? അവരിങ്ങനെ ലിവർ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നോണ്ടിരിക്കും? ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം അതിന് വിശപ്പൊക്കെ തീർന്നു, അതിന്റെ വിശപ്പൊക്കെ ഏകദേശം കഴിയാറായി, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമൊക്കെ വളരെ കുറവാണ് ആനിമലിന്. അപ്പൊ അവരെന്ത് ചെയ്യത്തില്ല? ആ ലിവർ പ്രസ് ചെയ്യത്തില്ല. അവർക്ക് റിവാർഡ് കിട്ടുമോ? റിവാർഡ് കിട്ടത്തില്ല. അപ്പൊ എപ്പോഴാണോ നമുക്ക് ആവശ്യം അപ്പൊ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു പ്രോസസ്സിലോട്ട്, ആ ഒരു ബിഹേവിയറിലോട്ട് ആനിമൽ എന്ത് ചെയ്യത്തുള്ളൂ? കടക്കത്തുള്ളൂ. അപ്പം ഈ രണ്ട് ടെസ്റ്റ് വഴിയാണ് മെയിൻ ആയിട്ട് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ്, സ്റ്റാർവ്ഡ് ആയിട്ടുള്ള, അത് വിശന്നിരിക്കുന്ന ഒരു ആനിമൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈലി മോട്ടിവേറ്റഡാ. അപ്പം അത് ഹെവി ആയിട്ട് ലിവർ പ്രസ് ചെയ്യും, ഫുഡ് കിട്ടും. അതേസമയം ആനിമൽ സ്റ്റാർവ്ഡ് ഫോർ ലോങ്ങർ പീരീഡ്, അതായത് ഒരുപാട് നേരം വിശന്നിരിക്കുന്ന ഒരു ആനിമൽ ആണെങ്കിൽ എന്താണ്, ലിവർ വീണ്ടും 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 എന്ത് ചെയ്യും? ഹൈ ഇന്റൻസിറ്റിയോടെ എന്ത് ചെയ്യും? പ്രസ് ചെയ്യും. ഓക്കെ, അപ്പം മോട്ടിവേഷൻ ടെസ്റ്റ് എന്താണ് മനസ്സിലാക്കുന്നത്? ഹെൽപ്പ് ക്വാണ്ടിഫൈ an ആനിമൽസ് ഇൻക്ലിനേഷൻ ഓർ ഡെസ്പിറേഷൻ ടുവേർഡ്സ് എ സ്പെസിഫിക് ബിഹേവിയർ. ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ ആനിമൽസിന്റെ ഏറ്റവും ടോപ്പ്, അതായത് ഏറ്റവും വിശന്നിരിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വിശപ്പില്ലാത്ത സമയത്ത് അത് എങ്ങനെയാണോ, അതാണ് ആനിമൽസ് ഇൻക്ലിനേഷൻ ഓർ ഡെസ്പിറേഷൻ ടുവേർഡ്സ് എ സ്പെസിഫിക് ബിഹേവിയർ. ഒരു പ്രത്യേക ബിഹേവിയർ രണ്ട് കണ്ടീഷനിൽ, അതായത് വിശന്നിരിക്കുമ്പോഴും വിശക്കാത്തപ്പോഴും അത് എങ്ങനെ എത്രത്തോളം ഇന്റൻസിറ്റിയിൽ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോട്ടിവേഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് എന്നിട്ട് ഇത്രയും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു. രണ്ട് സ്റ്റഡീസ്, ഒബ്സർവേഷണൽ സ്റ്റഡീസും നമ്മുടെ എന്താണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസും നമ്മൾ കണ്ടക്ട് ചെയ്തു. ഈ കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഈ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ട് എത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് ഈ അനിമൽ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പേഴ്സണെയാണ് നമ്മൾ എത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആ എത്തോളജിസ്റ്റ് എന്ത് ചെയ്യും? ഒരു ഫോർമൽ ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യും. അതായത് ഇവർ ഇങ്ങനത്തെ ബിഹേവിയർ ഒക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, ഒരു ഫോർമൽ ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യും. ഈ ഫോർമൽ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? ആനിമൽസിന്റെ ഡിസ്ക്രീറ്റ് ബിഹേവിയറിനെ കാണിക്കുന്നതാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇവരുടെ ബിഹേവിയറിനെ കാണിക്കുന്നതാണ് ഈ പറയുന്ന ഫോർമൽ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എത്തോഗ്രാം എന്ന്. അപ്പം ഈ ഒരു ഫോർമൽ ഇൻവെന്ററി ആണ് ആനിമൽസിന്റെ ബിഹേവിയറിനെ ഡിസ്ക്രീറ്റ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു എന്താണ് ഇൻവെന്ററി ആണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തോഗ്രാം എന്ന് പറയുന്നത്. ഈ എത്തോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് ആനിമൽ, നമ്മൾ ഏത് ആനിമലിലാണോ ടെസ്റ്റ് ചെയ്തത് അതിനെയാണ് ടെസ്റ്റ് ആനിമൽ എന്ന് വിളിക്കുന്നത്. ആ ടെസ്റ്റ് ആനിമൽ ഏതൊക്കെ തരത്തിലുള്ള ബിഹേവിയർ കാണിച്ചു എന്നത് നമുക്ക് ഈ എത്തോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്തോഗ്രാം എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അവരുടെ ഡ്യൂറേഷൻ, ഏതെങ്കിലും ഒരു ബിഹേവിയർ എത്ര നേരം നിന്നു, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ എത്രത്തോളം തീവ്രതയിൽ, അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ബിഹേവിയർ, ഓരോ ബിഹേവിയറും കാണിക്കുന്നതിന്റെ ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ളത് നമുക്ക് എത്തോഗ്രാം നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം എത്തോഗ്രാം എന്തൊക്കെ കാണിക്കുന്നുണ്ട്? ഡ്യൂറേഷൻ, ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ബിഹേവിയർ. ഓരോ ബിഹേവിയറിന്റെ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ റിവീൽ ചെയ്യാൻ എത്തോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഈ എത്തോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ ആനിമൽസിന്റെ ടൈം ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ടൈം ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ ഓരോ ബിഹേവിയറിലും ഓരോ ഡേയിലും അവർ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓരോ ബിഹേവിയർ കാണിക്കാൻ അവർ എത്രത്തോളം ഒരു ദിവസം സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം എത്തോഗ്രാം എന്ന് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എത്തോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ആനിമലിന്റെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മള് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ആനിമൽ ബിഹേവിയറിനകത്ത് നോക്കുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഏതൊക്കെയാന്ന് പറയണം. ആ എക്സ്പെരിമെന്റൽ സ്റ്റഡീസും ഒബ്സർവേഷൻ സ്റ്റഡീസും. ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് തന്നെ പ്രിഫറൻസ് ടെസ്റ്റും മോട്ടിവേഷൻ ടെസ്റ്റും എന്തൊക്കെയാണെന്ന് പറയണം. പിന്നെ എത്തോഗ്രാം എന്താണെന്ന് നോക്കണം. എത്തോഗ്രാമിനകത്ത് കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തതാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആനിമൽ ബിഹേവിയർ. ആനിമൽ ബിഹേവിയർ കാണിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ചുമ്മാ ഒരാളും എന്ത് കാണിക്കില്ല, ഒരു ബിഹേവിയറും കാണിക്കില്ല. അപ്പം എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആനിമൽ എന്ത് ചെയ്യുന്നത്, ബിഹേവിയർ കാണിക്കുന്നത്. അപ്പം ഓരോ ബിഹേവിയർ കാണിക്കുമ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എങ്കിലും അവർക്ക് കാണും. ഓക്കെ, അപ്പം ഈച്ച് ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ആർ അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്, അറ്റ്ലീസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എങ്കിലും അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ബിഹേവിയർ കാണിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ആ ഒരു ബിഹേവിയർ കാണിക്കാനുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവരുടെ സർവൈവൽ കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്. ആ ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവൈവലിനും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ടായിരിക്കാം. ഫോറേജിങ് ആയിക്കോട്ടെ, ഡ്രിങ്കിങ് ആയിക്കോട്ടെ, പിന്നെ പ്രിഡേറ്ററിൽ നിന്ന് എസ്കേപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ അവരുടെ സർവൈവലിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ബിഹേവിയർ ആണ്. അതേപോലെ തന്നെ മേറ്റിംഗ് ഡിസ്പ്ലേ, പാരന്റൽ കെയർ എന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാ, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിന് വേണ്ടിയിട്ട്. അതും എന്താണ്, സർവൈവലാണ്. അവർ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്താലേ അവരുടെ സ്പീഷീസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പീഷീസ് അടുത്ത ലെവലിലോട്ട് അടുത്ത ജനറേഷനിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്താണ്, വെയിറ്റിംഗ് ഡിസ്പ്ലേ ഒക്കെ നന്നായിട്ട് നടക്കണം, അല്ലെങ്കിൽ പേരന്റൽ കെയറിംഗ് നന്നായിട്ട് നടക്കണം. എന്നാൽ മാത്രമേ അവർ ഓഫ് സ്പ്രിങ്ങിനെ ടേക്ക് കെയർ ചെയ്തിട്ട് അടുത്ത ജനറേഷനിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ചില ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അതായത് എനർജി എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലാണ്. പക്ഷെ അവർക്കും ഈ പറയുന്ന പോലെ ഹിഡൻ അഡാപ്റ്റീവ് വാല്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും, അതായത് ഒരു കാര്യവും ഇല്ലാതെ ഒരു ബിഹേവിയറും കാണിക്കില്ല. അവർക്ക് ഒന്നെങ്കിൽ സർവൈവൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിന് വേണ്ടിയിട്ടായിരിക്കും മെയിൻ ആയിട്ട് എല്ലാ ഓർഗാനിസംസും എന്ത് കാണിക്കുന്നത്, ഈ പറയുന്ന ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പേരന്റൽ കെയർ ഉണ്ടല്ലോ, അപ്പൊ പേരന്റൽ കെയറിന് ഒരുപാട് എനർജി എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന്റെ ഒരുപാട് എനർജി, ഇപ്പൊ നമ്മൾ നമ്മുടെ പേരൻസ് നമ്മൾ വളർത്തുന്നു, അപ്പൊ അവരുടെ എനർജിയും അവരുടെ സേവിങ്സും മണിയും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മളെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഓരോ ഓർഗാനിസംസും പേരന്റൽ കെയർ കൊടുക്കണമെങ്കിൽ അത്രത്തോളം എനർജിയും റിസോഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അവരെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിന്റെ സർവൈവലിനും നമുക്ക് നല്ല ഫിറ്റ് ആയിട്ട് ഈ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പാരന്റൽ കെയർ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ പാരന്റ്സ് അതുപോലെ തന്നെയല്ലേ, നമുക്ക് നന്നായിട്ട് ജീവിക്കാനും നല്ല സറൗണ്ടിങ്സിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാരന്റ്സ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് സേവിങ്സും എനർജിയും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ളൂ എല്ലായിടത്തും പാരന്റൽ കെയറിങ് എന്താണ്, സെയിം ആണ്. അപ്പം ഓഫ് സ്പ്രിങ്സിന്റെ സർവൈവലും ഫിറ്റ്നസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരന്റൽ കെയറിങ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഈ പറയുന്ന പാരന്റൽ കെയറിങ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്താണ്, ഓഫ് സ്പ്രിങ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും, മരിച്ചു പോകും. അവർക്ക് എന്ത് കിട്ടുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല, അവർക്ക് വേണ്ട ഫുഡും മെറ്റീരിയൽസും ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യും, ഈ പറയുന്ന ഓഫ് സ്പ്രിങ്സ് എന്ത് ചെയ്യും, മരിച്ചു പോകും. മേക്കിംഗ് ദ പാരന്റ്സ് റീപ്രൊഡക്റ്റീവ് എഫേർട്ട് ഇൻഎഫക്റ്റീവ്. അവർ ഈ റീപ്രൊഡക്ഷന് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അപ്പൊ മേറ്റിങ് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യണം, ഈ പറയുന്ന നെസ്റ്റ് അങ്ങനത്തെ ബിൽഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ അവരുടെ ആ ഒരു ബിഹേവിയറിനെ, ആ ഒരു എഫേർട്ടിനെ ഇൻഎഫക്റ്റീവ് ആക്കിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന പാരന്റൽ കെയർ ഇല്ലാത്ത സമയത്ത് ഓഫ് സ്പ്രിങ്സ് മരിച്ചു പോകുന്നത്. അപ്പം ഈ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് ഉണ്ടായി ഇവിടെ വന്ന് അവരെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, മരിച്ചു പോകും. അപ്പം ഈ റീപ്രൊഡക്റ്റീവ് എഫേർട്ട് എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആയിട്ട് പോകും. അപ്പം ഈ പാരന്റൽ കെയറിങ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീൻസ് നെക്സ്റ്റ് ജനറേഷനിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്പീഷീസിന്റെ അല്ലെങ്കിൽ അവർക്ക് അടുത്ത തലമുറയിലോട്ട് കൊടുക്കാൻ പറ്റുന്ന അവരുടെ ട്രീറ്റ്
അവർ ഈ പാരന്റൽ കെയറിലൂടെ പ്രോപ്പർ ആയിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എന്താണ് പാരന്റൽ കെയർ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓസ്ട്രിങ്സ് മരിച്ചു പോകും, അവരുടെ ജീന് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസും, കുറെ ഓർഗാനിസംസ് ഒന്നും പാരന്റൽ കെയർ കാണിക്കുന്നില്ല, എന്നാലും ഏറെക്കുറെ ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പാരന്റൽ കെയർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു വേറെ എക്സാമ്പിൾ ആണ് ലോങ് ഡിസ്റ്റൻസ് മൈഗ്രേഷൻ. അപ്പൊ പേരന്റൽ കെയർ കാണിക്കുന്നത് ഈ പറയുന്ന നെക്സ്റ്റ് ജനറേഷനിലോട്ട് ജീൻ പോകാനാണെന്ന് പറഞ്ഞു. അതേസമയം ഈ മൈഗ്രേഷൻ ഈ പറയുന്ന പോലെ ലോട്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട്, വേറൊരു ദൂര പ്രദേശത്തോട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസിന് ഒരുപാട് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ആവുന്നുണ്ട്. അപ്പം അവരെന്തിനു വേണ്ടിയിട്ടാണ് അത്രയും എനർജി ലോസ് ചെയ്തിട്ട് പുതിയ സ്ഥലത്തോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്നാൽ അവരുടെ സർവൈവൽ പോസിബിൾ ആകാത്തത് കൊണ്ടാണ് അത്രയും എനർജി യൂസ് ചെയ്തുകൊണ്ട് അവർ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. അവർക്ക് അവിടെ അബൻഡന്റ് ആയിട്ടുള്ള ഫുഡ് കാണും, അല്ലെങ്കിൽ ബെറ്റർ കണ്ടീഷൻസ് കാണും. ആ ഒരു കണ്ടീഷനിൽ അവരെ എന്താ ഓക്കെ ആക്കാൻ, ആ ഒരു എൻവയോൺമെന്റിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എനർജി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത്. ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയുമാണ് എന്ത് ആനിമൽ ബിഹേവിയറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവും ഇല്ലാതെ ഒരു ഓർഗാനിസംസും എന്ത് കാണിക്കത്തില്ല? ബിഹേവിയർ കാണിക്കത്തില്ല. ഒന്നെങ്കിൽ സർവൈവൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാല് പ്രോക്സിമേറ്റ് ആൻഡ് അൾട്ടിമേറ്റ് കോസ് ഓഫ് ആനിമൽ ബിഹേവിയർ. ആനിമൽ ബിഹേവിയർ കാണിക്കാനുള്ള പ്രോക്സിമേറ്റ് ആൻഡ് അൾട്ടിമേറ്റ് കോസ് എന്തിനു വേണ്ടിയിട്ടാണ് ആനിമൽ ഈ ബിഹേവിയർ കാണിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിക്കോളാൻ ടിൻബർഗൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഓൺ ദ എയിംസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എത്തോളജി എന്ന് പറയുന്ന പേപ്പർ അദ്ദേഹം 1963 പബ്ലിഷ് ചെയ്തു. അപ്പം അദ്ദേഹം ആ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ട് 4 കീ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആനിമൽ ബിഹേവിയറിനെ പറ്റി 4 കീ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ 4 ക്വസ്റ്റ്യൻസും എന്തിനെ റിലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ മെക്കാനിസം ആയിട്ടും ഡെവലപ്മെന്റ് ആയിട്ടും സർവൈവൽ വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആൻഡ് ഫൈലോജനി, അതായത് എവല്യൂഷണറി ഹിസ്റ്ററി, ഈ ഒരു 4 ഫാക്ടറുമായിട്ടായിരുന്നു ഈ കീ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുള്ളത്? റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? മെക്കാനിസം, ഡെവലപ്മെന്റ്, സർവൈവൽ വാല്യൂ ആൻഡ് ഫൈലോജനി. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും, അതായത് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും ഫോക്കസ് ചെയ്തത് പ്രോക്സിമേറ്റ് കോസിനെ പറ്റിയാണ്. അതായത് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ബിഹേവിയർ, പെട്ടെന്ന് ഒരു ബിഹേവിയർ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഉണ്ടാവാൻ പെട്ടെന്ന് എന്തെങ്കിലും റീസൺ ഉണ്ടോ, കോസ് ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഈ പറയുന്ന പ്രോക്സിമേറ്റ് കോസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ പ്രോക്സിമേറ്റ് കോസ് ആനിമൽ ബിഹേവിയർ എങ്ങനെ പെർഫോം ചെയ്തു, എങ്ങനെ പെർഫോം ചെയ്തു, അതിന്റെ മെക്കാനിസം എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നാണ് പ്രോക്സിമേറ്റ് കോസ് ഉത്തരം കൊടുത്തത്. അതായത് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ആ ഒരു മെക്കാനിസം വന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഈ 2 കാര്യങ്ങളാണ് പ്രോക്സിമേറ്റ് കോസിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അൾട്ടിമേറ്റ് കോസിനകത്ത് എന്തായിരിക്കും ഡിസ്കസ് ചെയ്തത്? സർവൈവൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനും അതിന്റെ എവല്യൂഷനുമാണ് എന്ത്? അൾട്ടിമേറ്റ് കോസ്. അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് അവർ ലാസ്റ്റ് എത്തിച്ചേരുന്നത് അതിന്റെ ഒരു പ്രത്യേക സർവൈവലിന് വേണ്ടിയിട്ട്, പിന്നെ അത് എവോൾവ് ചെയ്ത് ഓരോ മാറ്റങ്ങൾ വന്ന് ഇവോൾവ് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എന്ത്? അൾട്ടിമേറ്റ് കോസ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രോക്സിമേറ്റ് കോസിന്റെ ഒരു പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നുള്ളത് മെക്കാനിസവും ഡെവലപ്മെന്റും വഴി നമ്മൾ ഡിസ്കസ് ചെയ്യും. അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പിന്നെ ഫൈലോജനി, ഇതാണ് അൾട്ടിമേറ്റ് കോസിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പം മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ നാല് കീ ക്വസ്റ്റ്യൻസ് അല്ലേ പറഞ്ഞത്? അതിനകത്ത് ഫസ്റ്റ് 1 ആണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ, അതിപ്പോ സെൻസറി ആയിക്കോട്ടെ, ഹോർമോൺ ആയിക്കോട്ടെ, ജീൻ ആയിക്കോട്ടെ, എഫക്ടർ ആയിക്കോട്ടെ, ഈ പറയുന്ന സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇത്രയും സിസ്റ്റംസ് എന്താണ്? ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പ്രത്യേക റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ സിസ്റ്റം ആണ്. ഈ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? സ്റ്റിമുലസ് ഉണ്ട്. ആദ്യം എന്ത് കിട്ടണം? ഒരു സ്റ്റിമുലസ് കിട്ടണം. അതിൽ
ആ സ്റ്റിമുലസ് നമ്മൾ എന്ത് ചെയ്യണം, പെർസീവ് ചെയ്യണം. ആ പെർസീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, പെർസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യണം. അതാണല്ലോ ബിഹേവിയർ. ആ റിയാക്ഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് സെൻസറി ഓർഗൻസ്, ഹോർമോൺസ്, ജീന്, എഫക്റ്റീവ്. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ഫിസിയോളജിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിന്റെ മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്തെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ്. അതായത് ഓരോ മോഡിഫിക്കേഷൻസും എൻവയോൺമെന്റിൽ വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന ബിഹേവിയറിലും എന്തുണ്ടാകും, ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓരോ ബിഹേവിയർ നമ്മൾ പുതിയ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ വരുമ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡെവലപ്മെന്റൽ ചേഞ്ചിനെയാണ് നമ്മൾ സിംപിളി ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടുമാണ് എന്ത്, പ്രോക്സിമേറ്റ് കോസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എന്താണ്, ഫോക്കസ് ഓൺ അൾട്ടിമേറ്റ് കോസ്. അപ്പൊ പ്രോക്സിമേറ്റ് കോസിന് കാരണം ഈ പറയുന്ന മെക്കാനിസം ഡെവലപ്മെന്റും ആണെങ്കിൽ അടുത്ത സർവൈവലും ആൻഡ് എവല്യൂഷണറി ഹിസ്റ്ററിയും നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു അൾട്ടിമേറ്റ് കോസിലോട്ടാണ് വരുന്നത്. ഈ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്, വൈ ദ ആനിമൽ പെർഫോം ദ ബിഹേവിയർ ആൻഡ് ഹൗ ഇറ്റ് ഇവോൾവ്. എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ആനിമൽ അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിച്ചു, അതെങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അതാണ് എന്ത് അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഈ അൾട്ടിമേറ്റ് കോസിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ ആണ്. എല്ലാം അറ്റ് ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒന്നെങ്കിൽ സർവൈവൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടായിരിക്കില്ലേ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ എന്തിനു വേണ്ടിയിട്ടാ, സർവൈവലിനും റീപ്രൊഡക്റ്റീവ് അഡ്വാൻറ്റേജിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബിഹേവിയർ കാണിക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്, ഫൈലോജനി എന്ന് പറയുന്നത്. ഈ ഫൈലോജനി എന്ന് പറയുന്നത് എന്താണ്, എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ബിഹേവിയറിന്റെ എവല്യൂഷണറി ഹിസ്റ്ററിയാണ് ഫൈലോജനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ഈ പറയുന്ന ആൻസിസ്റ്റർ ഒറിജിൻ മുതൽ, ഇത് തുടക്കം എവിടെയാണ് അതിനാണ് ആൻസിസ്റ്റർ ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ മുതൽ നമ്മൾ ഓരോ എൻവയോൺമെന്റൽ കണ്ടീഷൻ കിട്ടും തോറും അതിന് എത്രത്തോളം ചേഞ്ചസ് വരുന്നു, എവല്യൂഷണറി എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സെലക്ഷൻ പ്രഷർ ഒക്കെ സഹിച്ച് അവരെങ്ങനെ അത് ലാസ്റ്റ് ഒരു ഫോമിലോട്ട് ഇവോൾവ് ചെയ്തു വന്നു എന്നുള്ളതാണ് ഫൈലോജനിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ 2 റീസൺ ആണ് അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ഒരു ആനിമൽ ബിഹേവിയർ കാണിക്കാനുള്ള അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഫംഗ്ഷനിൽ പറയുന്നത് സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷനും, പിന്നെ ഫൈലോജനിയിൽ വരുന്ന എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച് ഈ പറയുന്ന റെസ്പോൺസ് ഒക്കെ മാറി ആൻസിസ്ട്രലിൽ നിന്ന് ഒരുപാട് മാറ്റം വന്ന് അറ്റ് ലാസ്റ്റ് ഒരു ബിഹേവിയറിലോട്ട് വരും. അതാണ് എന്താ ഫൈലോജനിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് സ്ലീപ്പാണ്. സ്ലീപ്പിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന എക്സാമ്പിൾ ആയിട്ട്. സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രോക്സിമേറ്റും അൾട്ടിമേറ്റ് കോസ് ഓഫ് ബിഹേവിയർ പഠിക്കാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. അതായത് ഈ എന്താണ് സ്ലീപ്പ്, നമ്മൾ ഉറങ്ങുന്നു എന്നുള്ളതിന്റെ പ്രോക്സിമേറ്റ് കോസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന്റെ മെക്കാനിസം ഡെവലപ്മെന്റും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാ നമ്മള് അതിന്റെ ഒരു മെക്കാനിസം പറയുകയാണെങ്കിൽ എന്താണ്, ആന്റീരിയർ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അവിടെ അയോൺ ചാനൽസ് ഒക്കെ വരുന്നു, എന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് ഏതൊരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ അവിടെ ആര് ആക്റ്റീവ് ആകണം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്റ്റീവ് ആകണം. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്റ്റീവ് ആകുന്നു, അതുവഴി എന്താ ഹോർമോൺസ് ആക്റ്റീവ് ആകുന്നു, സൈറ്റോകൈൻസ് ആക്റ്റീവ് ആകുന്നു, ജീൻസ് ആക്റ്റീവ് ആകുന്നു. എന്നിട്ട് ലാസ്റ്റ് എന്താ സിർക്കേഡിയൻ റിതം വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ബോഡി സൈക്കിൾ വഴി സിർക്കേഡിയൻ റിതം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലീപ്പ് ചെയ്യുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരുന്നത് ഈ സിർക്കേഡിയൻ റിതം ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ പറയുന്ന അതാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയുന്നതിന്റെ പ്രോക്സിമേറ്റ് കോസ് ആയ മെക്കാനിസത്തിൽ നമ്മൾ പറയുന്നത് ജസ്റ്റ് എന്താണ്, സിർക്കേഡിയൻ റിതം ആക്ടിവേറ്റ് ആകുന്നു, അപ്പൊ എന്താണ്, നമ്മൾ ഉറങ്ങുന്നു. ഓക്കെ, അതായത് ഈ ആനിമൽ ഏത് ലൈഫ് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഡെവലപ്മെന്റൽ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താ, അതിന്റെ സ്ലീപ്പ് ഡ്യൂറേഷൻ മാറാം, അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ എന്താ മാറാം. അതൊക്കെയാണ് ഇതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മെക്കാനിസം പറഞ്ഞു, ഡെവലപ്മെന്റ് പറഞ്ഞു, ഇതാണ് എന്ത് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഫംഗ്ഷനും എവല്യൂഷനുമാണ്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ ആക്ച്വലി ഉറങ്ങുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കിട്ടാൻ, അല്ലെങ്കിൽ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂട്ടാൻ, നമുക്കൊരു സൈക്കോളജിക്കലി എന്താണ്, നമുക്കൊരു വെൽ ബീയിങ്, നമുക്ക് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ഷീണം മാറും, നമുക്ക് വേണ്ട റെസ്റ്റ് കിട്ടും, നമുക്ക് നല്ല എനർജി കിട്ടും, പിന്നെ എണീക്കുമ്പോൾ നല്ല എനർജി കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഉറങ്ങുന്നത്. ഓക്കെ. അപ്പം സ്ലീപ്പ് ഹാഡ് ഡീപ് എവല്യൂഷണറി റൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന പിന്നെ വലിയ പട്ടി പൂച്ച എന്നുള്ളവർ മാത്രമല്ല ചെയ്യുന്നത്. ഈ പറയുന്ന വേംസ്, സീനോറാബിറ്റസ് എലഗൻസ് പറയുന്ന വേംസ്, ഫ്ലൈസ്, നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ, ഈച്ചയൊക്കെ വന്നിരിക്കത്തില്ലേ പഴത്തില്, അതുപോലെയുള്ള ഡ്രോസോഫിലസ്, മെലാനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്ലൈസ്, ഫിഷ്, ബേർഡ്, ഹ്യൂമൻസ് എല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഉറങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഉറക്കം എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ മാത്രം അല്ലെങ്കിൽ ഫിഷില് ബേർഡിൽ മാത്രം കാണുന്നല്ല, ഈ വേംസ് തൊട്ട് ഏറ്റവും ആൻസിസ്ട്രൽ ആയിട്ടുള്ള ആൾക്കാരിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാണുന്നുണ്ട്. ഇതിന്റെ പ്രോക്സിമേറ്റ് കോസും അൾട്ടിമേറ്റ് കോസും 4 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു, അതിന്റെ മെക്കാനിസവും അതിന്റെ ഡെവലപ്മെന്റും, അതിന്റെ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് ഫംഗ്ഷനും എന്താ എവല്യൂഷണറി റൂട്ടുമായിരുന്നു. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ട്സ് ഓൺലി ഓൺ എ ട്രീറ്റ് ദാറ്റ് ഷോ വേരിയേഷൻസ്, അതായത് വേരിയേഷൻ കാണിക്കുന്ന, അതായത് മാറാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ മാറ്റം കാണിക്കുന്ന ഒരു ട്രേറ്റിൽ മാത്രം കാണുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, എവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെറിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്. അതായത് പോസിറ്റീവ്ലി നമ്മൾ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലോട്ട് കൊടുക്കുന്ന ഒരു ട്രേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ വേരിയേഷൻ എന്ന് പറയുന്നത്. അതിന് എന്ത് ഹെൽപ്പ് ചെയ്യും, ഫിറ്റ്നസ്സുമായിട്ടും നാച്ചുറൽ സെലക്ഷനുമായിട്ടും ഒക്കെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പോസിറ്റീവ്ലി കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേരിയേഷൻ ഉള്ള ട്രേറ്റ് ആണ് എന്ത്, നമ്മൾ അടുത്ത തലമുറയിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇൻഹെറിറ്റബിൾ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം എന്താണ് ഈ ട്രേറ്റ് നല്ല ട്രേറ്റ് ആണെങ്കിൽ അവരുടെ എന്ത് കൂടും, ഫിറ്റ്നസ് കൂടും. അപ്പം ആ ഫിറ്റ്നസ് കൂടുമ്പോഴത്തേക്കും എന്താണ്, പ്രൊഡക്ഷൻ, അവരുടെ ഓഫ് സ്പ്രിങ്സിന്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പം ഇവർക്ക് ആ ഒരു എൻവയോൺമെന്റിൽ സർവൈവൽ ചാൻസ് കൂടും. അപ്പം ഇത് പറയുന്നത് ഹെൽത്തി ആയിട്ടിരിക്കുന്നതും നമ്മൾക്ക് കുറച്ച് അസുഖമുള്ള ഒരു ഓർഗാനിസം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫിറ്റ്നസ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും. ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാള് നെക്സ്റ്റ് ജനറേഷനിലോട്ട് അല്ലെങ്കിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഫിറ്റ് ആയിരിക്കും ഈ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഓവർ ജനറേഷൻ കഴിയും തോറും ഈ പറയുന്ന അവർക്ക് വേണ്ട ക്യാരക്ടറുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, എൻവയോൺമെന്റ് സെലക്ട് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ സെലക്ഷൻ പയ്യെ 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 അഡാപ്റ്റീവ് എവല്യൂഷനിലോട്ട് മാറും. അതായത് എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഓർഗാനിസത്തിലുള്ള ഒരു ചേഞ്ച് അക്യുമുലേറ്റ് ചെയ്ത് പുതിയൊരു ക്യാരക്ടറായിട്ട് മാറുന്നതാണ് എന്ത്, ആക്ച്വലി എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ നോക്കി അല്ലെങ്കിൽ നാച്ചുറലി സെലക്ട് ചെയ്ത് ആ ഒരു അഡാപ്റ്റേഷൻ വഴി എവല്യൂഷൻ സംഭവിക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അഡാപ്റ്റീവ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്, അഡാപ്റ്റീവ് എവല്യൂഷൻ നടക്കുന്നത്. അപ്പം ഈ ബിഹേവിയറൽ ട്രേറ്റ് എന്ത് കൂടും, ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ത്, ബിഹേവിയറൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് 2-3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ ഉണ്ടാവുന്ന കാര്യമൊന്നുമല്ല. ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരു മില്യൺസ് വർഷങ്ങൾ എടുത്താണ് എന്ത്, ഈ പറയുന്ന എവല്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഇത്രയുമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു എക്സാമ്പിൾ പ്രോക്സിമേറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബിഹേവിയർ കോസ് എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് പഠിക്കുന്നു, വൈ ഡു വി സ്റ്റഡി ആനിമൽ ബിഹേവിയർ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ബിഹേവിയർ പഠിക്കുന്നു ആനിമൽസിന്റെ. ഓക്കെ. അപ്പൊ ഈ ആനിമൽ ബിഹേവിയർ പഠിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആനിമൽസിന്റെ പ്രിഫറൻസ് നമുക്ക് മനസ്സിലാക്കും. അത് ആനിമൽസ് ഏത് രീതിയിൽ, അവർക്ക് ഏതൊക്കെയാണ് പ്രിഫറൻസ്, അവർ ഏതൊക്കെ എൻവയോൺമെന്റിലായിരിക്കും ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ ആനിമൽ ബിഹേവിയർ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, നമ്മൾ ആനിമൽസിനെ റിയർ ചെയ്യുമല്ലോ, സുവോളജിക്കൽ പാർക്കിലായിക്കോട്ടെ, അങ്ങനെയുള്ള നമുക്ക് സൂവിലും ഒക്കെ എന്ത് ചെയ്യും, ആനിമൽസിനെ റിയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അവിടെ എന്താണോ ആവശ്യം, അവരുടെ ഒരു ഒപ്റ്റിമൽ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഒരു ആനിമലിനെ ഒരു സ്ഥലത്ത് കൊണ്ടിടാനായിട്ട് പറ്റില്ല. അപ്പം ഇതിനെക്കുറിച്ച് പഠിച്ച് ആ ആനിമലിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ റിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാനും, നമ്മുടെ പെറ്റ്സ്, ഇപ്പൊ നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, ഡോഗ്, ക്യാറ്റ് ഒക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പം നമ്മൾ വളർത്തുമ്പോഴത്തേക്കും അവർക്ക് എന്താണോ ആവശ്യം എന്നറിയാൻ നമ്മൾ അവരെ വളർത്തിയിട്ട് കാര്യമില്ല. അവരുടെ ഫുഡ് എങ്ങനത്തെ രീതിയിലായിരിക്കണം, അവര് ഏത് ടെമ്പറേച്ചറിലായിരിക്കും ഓക്കെ, അവര് എന്താണ്, അവരുടെ ഒരു സ്കിൻ ടൈപ്പ് എങ്ങനെയാണ്, വാഷ് ചെയ്യാൻ പറ്റുമോ, ഡെയിലി വാഷ് പറ്റുമോ, അവർ ഈ പറയുന്ന ടിക്സോ മൈറ്റ്സോ ഒക്കെ വന്നിരിക്കുവോ എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവരെ നന്നായിട്ട് വളർത്താനായിട്ട് നമുക്ക് പെറ്റിനെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വളർത്താനായിട്ട് പറ്റൂ.
അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് റിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ പറയുന്ന ആനിമൽസിനെ നന്നായിട്ട് റിയർ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഈ ഹ്യൂമൻസിന്റെ ഒരു എക്കണോമിക്കൽ ഒരു വേ ഓഫ് ഇൻകം ആണ് എന്തെന്ന് പറയുന്നത് ഈ ആനിമൽ റിയറിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ആയിക്കോട്ടെ, സെറികൾച്ചർ ആയിക്കോട്ടെ, എപ്പികൾച്ചർ ആയിക്കോട്ടെ, ആനിമൽസിൽ നിന്ന് പല രീതിയിലും നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആനിമൽ നമ്മളിപ്പോ സെറികൾച്ചർ എടുക്കുകയാണെങ്കിൽ സിൽക്ക് വോമിന്റെ റയറിംഗ് ആണല്ലോ സെറികൾച്ചർ. അപ്പം ഈ സിൽക്ക് വോമിനകത്ത് ഈ പറയുന്ന പട്ടുനൂൽ പുഴു ഏത് പ്ലാന്റിൽ വളരുന്നു എന്നറിയണം ആദ്യം. ഏത് ഇല കഴിച്ചാണ് അവർ വളരുന്നതെന്ന് അറിയണം. ഏത് സ്റ്റേജിൽ അവർ മുട്ടയിടും എന്നറിയണം. അവർ ഏത് സ്റ്റേജിൽ ലാർവയാകും, കാറ്റർപില്ലറാകും, എന്നുള്ള പ്യൂപ്പയാകും, നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ അതിന്റെ കൊക്കോണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സിൽക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന ആനിമൽ ബിഹേവിയർ ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് ഒരു ഇൻകം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആനിമൽ ബിഹേവിയർ പഠിക്കാൻ നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ഫീഡിംഗ് പാറ്റേൺ അറിഞ്ഞിരുന്നാലും, മീറ്റിംഗ് ബിഹേവിയർ അറിഞ്ഞിരുന്നാല്, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്കണോമിക്കലി നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആനിമൽ ബിഹേവിയർ പഠിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആനിമൽ ബിഹേവിയറിന്റെ ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആനിമലിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ആ ഒരു ലോയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറയുന്ന ആനിമൽസിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റൂ, കൺസർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ഹ്യൂമൻസിന് ആ ഒരു ആനിമലിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ കൺസർവ് ചെയ്യാനും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഈ പറയുന്ന ആനിമൽ ബിഹേവിയർ പഠിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ ആനിമൽ മോഡൽസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ലാബിലൊക്കെ ഈ മരുന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഹ്യൂമൻസുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സിമിലാരിറ്റി ഉള്ള ആനിമൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ഓർഗാനിസംസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അങ്ങനെ മോഡൽ ഓർഗാനിസംസ് ആയിട്ട് എടുത്ത് അതിൽ ഇൻജെക്ട് ചെയ്ത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ വിപണിയിലോട്ട് അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഏതൊരു മെഡിസിൻ ആണെങ്കിലും ഭയങ്കര പ്രൊസീജിയർ വഴി ഇതിന് ചെക്ക് ചെയ്താൽ മാത്രമേ പറ്റൂ. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻസിലെ ഡയറക്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഹ്യൂമൻസിന്റെ ബിഹേവിയറൽ സിമിലാരിറ്റികൾ ആനിമൽസിലാണ് അത് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബിഹേവിയറൽ ആയിക്കോട്ടെ, ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽസ് എന്ന് പറയുന്നത് എന്താണ്, ആനിമൽസ് ആണ്. അതൊരു യൂസ് ആണ്. ഈ പറയുന്ന ആനിമൽസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ സിമിലാരിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂ. അതേപോലെ തന്നെ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ആനിമൽ അസിസ്റ്റഡ് തെറാപ്പിയിൽ നമ്മൾ ഡോഗ്, ക്യാറ്റ്, അതേപോലെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും ആങ്സൈറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമ, സ്ട്രെസ് ഡിസോർഡർ ഒക്കെ ഉള്ള, മൂഡ് ഡിസോർഡർ ഒക്കെ ഉള്ള ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽ അസിസ്റ്റഡ് തെറാപ്പിയിലൂടെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഈ പറയുന്ന ആനിമൽസിനെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു തെറാപ്പിക്കൽ ഒരു ഫേസിലൂടെ കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഡിവിജ്വലിന് കുറെയൊക്കെ എന്ത് ചെയ്യും, റിലീഫ് കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഓക്സിറ്റോക്സിൻ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ആ ഒരു ഓക്സിറ്റോക്സിൻ ലെവൽ കൂടുന്നത് കാരണം അവര് കുറച്ച് ഓക്കെ ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ പറയുന്ന എത്തോളജി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ ജനറൽ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്, മെക്കാനിസം, ഫങ്ഷൻ, എവല്യൂഷൻ ആൻഡ് സർവൈവൽ, ഈ പറയുന്ന എന്താണ് റെസ്പോൺസ്, ഈ എൻവയോൺമെന്റൽ ചേഞ്ചസിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, എത്തോളജി എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്ലൈമറ്റിക് ചേഞ്ച്, ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ക്ലൈമറ്റിക് ചേഞ്ചിന് ആനിമൽസിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ പറയുന്ന ആനിമൽ ബിഹേവിയർ പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എത്തോളജിസ്റ്റ് ഒക്കെ എന്താണ്, ഇവരെ കുറിച്ചിട്ട് പഠിച്ചിട്ട് അവർക്ക് വേണ്ട കണ്ടീഷൻസ് ഒക്കെ ഈ അനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള വേണ്ട അവയർനെസ് ഒക്കെ കൊടുത്ത് ക്ലൈമറ്റിക് ചേഞ്ചിനെ ക്ലൈമറ്റിക് ചേഞ്ചിൽ നിന്ന് നമ്മൾ എർത്തിനെയും ആനിമൽസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയുമാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ
കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എവല്യൂഷണറി സിഗ്നിഫിക്കൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുക, ദെൻ അതിന്റെ ക്യാരക്ടേഴ്സ് എഴുതുക. ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? അതൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റിമുലസ് മാറ്റിയാലും അതിന്റെ ഫംഗ്ഷൻ കഴിയുന്നത് വരെ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു എന്താണ് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നുള്ളതൊക്കെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ എന്താണ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്ന് നോക്കുക. എന്തൊക്കെയായിരിക്കും? സർവൈവൽ ഉണ്ടായിരിക്കും, റിപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എവല്യൂഷണറി രീതിയിൽ വരുന്ന സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അവര് സർവൈവലിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു ആക്ഷൻ കാണിക്കും. നമ്മൾ മെയിൽ സ്റ്റിക്കിൾ ബഗ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിനകത്ത് ഈ പറയുന്ന റെഡ് ബെല്ലി വരുമ്പോഴത്തേക്കും ആ ഒരു റെഡ് ബെല്ലി ഒരു ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ മേറ്റിംഗ് ബിഹേവിയർ ഭയങ്കരമായിട്ട് കൂടുതൽ കാണിക്കും. അപ്പൊ എന്താ, ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലും ശ്രമിക്കും. അതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേണിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് ആദ്യം എഴുതുക, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറിച്ചിട്ട് എഴുതുക, പിന്നെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്താണ് എന്ത്, ഇന്നേറ്റ് ബിഹേവിയറും അക്വയർഡ് ബിഹേവിയറും. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു പ്രയർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാണിക്കുന്ന ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സേഫർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇന്നേറ്റ് ബിഹേവിയർ. എക്സാമ്പിൾ എന്ന് പറയുന്നത് നീജർക്ക് എഴുതുക. അക്വയർഡ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് അക്വയർ ചെയ്യുന്നെങ്കിൽ ലേൺഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെന്ന് എഴുതുക. അതിന്റെ എക്സാമ്പിൾ കാണിക്കുക. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ ആ ഡോഗ് ഫുഡും ബെല്ലും വെച്ച് കണക്ട് ചെയ്ത് ബിഫോർ കണ്ടീഷനിങ്, ആഫ്റ്റർ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്നത്. ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ ഏതായിരുന്നു വന്നിരുന്നത്? സ്കിന്നർ ബോക്സ് എക്സ്പെരിമെന്റ് ആണ് എന്ത് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ വരുന്നത്. അതായത് ലിവർ വലിക്കുമ്പോൾ ഫുഡ് വരുന്നു, റിവാർഡ് വരുന്ന കാര്യം, ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഏതാന്ന് എഴുതുക, ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്താന്ന് എഴുതുക. ഇനി അടുത്തതാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിഫറൻസ് ടെസ്റ്റ് എന്താണ്, മോട്ടിവേഷൻ ടെസ്റ്റ് എന്താണ്? നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആയിരുന്നു പഠിച്ചിരുന്നത്, ഒബ്സർവേഷണൽ സ്റ്റഡീസും എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. ഈ പറയുന്ന ഒബ്സർവേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ ഒബ്സർവ് ചെയ്യുന്നതും, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഈ ഓർഗാനിസത്തിനെ വിടുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റഡീസിനെയാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പിൽ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റും രണ്ടാമത്തതാണ് മോട്ടിവേഷൻ ടെസ്റ്റ്. പ്രിഫറൻസ് ടെസ്റ്റിൽ എന്താ പറയുന്നത്? അവര് ഒരു രണ്ട് ഓപ്ഷൻസ് കൊടുക്കുക, അവര് ഡിഫറെന്റ് സർക്കംസ്റ്റൻസിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്, പ്രിഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ അവർ എത്ര ദൂരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പോകും എന്നുള്ളതാണ് എന്ത്, മോട്ടിവേഷൻ. ഇപ്പൊ നന്നായിട്ട് വിശന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് നേരം എന്ത് ചെയ്യും, ആ ഒരു ലിവർ നമ്മൾ ഒരു അപ്പാരന്റ് കണ്ടീഷനും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അത് പഠിച്ചത്. ആ ഒരു ബോക്സിനകത്ത്, സ്കിന്നർ ബോക്സിനകത്ത് പിന്നെ എലി വരുമ്പോഴത്തേക്ക് എലി ഇട്ട് ഒരു അനിമലിനെ ഇട്ട് കഴിയുമ്പോൾ അവർ ഒരുപാട് ഹംഗ്രി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ലിവർ പ്രസ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നില്ല, പ്രസ് ചെയ്യുന്നില്ല. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് എന്താണ് ആക്ഷനും അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ഇന്റൻസിറ്റിയും കൂടും എന്നുള്ളൊരു കാര്യമാണ് മോട്ടിവേഷൻ ടെസ്റ്റിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രിഫറൻസ് ടെസ്റ്റ് ആൻഡ് മോട്ടിവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിച്ചാൽ എഴുതേണ്ട കാര്യം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 4 ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ യൂണിറ്റ് നന്നായിട്ട് വായിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.